ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. ഇങ്ങനെ കിഷോർ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഫോണൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്കൊരു വണ്ടി വരുന്നത്. അത് അജാസ് അവർണികേനെ കൊണ്ടുവിടാൻ വന്നാണ്. അപ്പോൾ അവർണിക കിഷോറിനെ കണ്ടു. അപ്പോഴത്തേക്കും അവർണിക അജാസിൻ്റെ അടുത്ത് പറയുകയാണ്, ഞാൻ ഇപ്പോൾ എന്താണേലും എനിക്ക് ഇവിടെ ഒന്ന് കയറിയിട്ട് പോകാം, ഒന്ന് ഇറങ്ങിയേച്ച് പോകാവുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ശരി, അതെന്താണെന്ന് പറയുക. പറയും, ഞാൻ എൻ്റെ കാറൊന്നും എടുക്കാതില്ലേ ഞാൻ പോയത്, അപ്പോൾ ഒരു കൊട്ടേഷൻ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ പറയും, തല്ല് കൊടുക്കുന്നവർക്ക് നാണം ഇല്ലെങ്കിലും തല്ല് കൊള്ളുന്നവന് നാണം വേണ്ടതെന്നൊക്കെ ഇങ്ങനെ അജാസ് പറയും. എന്നിട്ട് അവർ രണ്ടുപേരും ഭയങ്കര ചിരിയൊക്കെ കേട്ടോ വണ്ടിയിൽ നിന്ന്. ആ സമയത്ത് ഇങ്ങനെ കിഷോർ കാണും. അപ്പോൾ കിഷോർ, ഇവൻ എന്നാ കോമഡി പറഞ്ഞിട്ടാണ് ഇവളിത്ര ചിരിക്കാനിരിക്കണേ. അപ്പോഴത്തേക്കും കിഷോർ ഇവരെ കണ്ടു കിട്ടും. എന്നിട്ട് കിഷോർ അവിടെ നിന്നിട്ട് മറിഞ്ഞ് നിൽക്കും, ഇവരെന്നായി പറയണേന്നറിയാൻ ഇങ്ങനെ എന്നെ കാണണ്ടെന്നുള്ള രീതിയിൽ. അന്നേരപ്പോഴത്തേക്കും അജാസ് പറയുന്നുണ്ട്, അവർണികയോട് പറയുന്നുണ്ട്, പരുന്ത് കോഴിക്കുഞ്ഞിനെ നോക്കുന്ന പോലെ അവനെ നമ്മളിവിടെ നിന്നിട്ട് ഇങ്ങനെ കാണുന്നേ എന്ന് പറയുന്നുണ്ട്. അജാസിനോട് ഇങ്ങനെ ഒന്ന് പറഞ്ഞ് അജാസും പുറത്തിറങ്ങുവാണ്. അജാസും പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഇത് ഭയങ്കരമായിട്ട് കിഷോർ കാണാൻ വേണ്ടി ഭയങ്കരമായിട്ട് ഒന്ന് അജാസിൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞ് ചിരിയൊക്കെയാണ്. എന്നിട്ട് വേഗം അജാസിൻ്റെ ഈ ബട്ടൺസൊക്കെ ഇങ്ങനെ ഓപ്പണായി കിടക്കും, ബട്ടൺസൊക്കെ ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇങ്ങോട്ട് ചെവി കാണിച്ച് കഴിഞ്ഞിട്ട് കാര്യം പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെവിയിൽ ഓരോന്ന് രഹസ്യമൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ അജാസിൻ്റെ ചെവിയിൽ ഇങ്ങനെ അവർണിക രഹസ്യം പറയണം. എന്നിട്ട് അവർ ഭയങ്കര ചിരിയൊക്കെ. എന്നിട്ട് ഇതും ഗീതുവിൻ്റെ ഐഡിയ ആയിരിക്കൂലേ എന്ന് ഇങ്ങനെ അവർണികയോട് അജാസ് ചോദിക്കും. അതെ എന്നിങ്ങനെ അപ്പോൾ അവർണികയും പറയുന്നുണ്ട്. എന്നിട്ട് വേഗം അവർണികയുടെ മുടിയുടെ അവിടേക്ക് ഇങ്ങനെ ഹെയറിൻ്റെ അവിടെ ഇങ്ങനെ അജാസ് ഇങ്ങനെ തോണ്ടി ഇങ്ങനെ തൂത്തൊക്കെ കൊടുക്കുവാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ വന്ന് ഭയങ്കര വർത്താനം പറഞ്ഞ് ഇങ്ങനെ നിന്ന് ചിരിക്കുന്നതൊക്കെ കണ്ടിട്ട് കിഷോറിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് അജാസ് വണ്ടിയിൽ പോകും. അതിനെ പറയുന്നത്, ഞാനങ്ങ് വീട്ടിൽ ചെന്നിട്ട് പോയാൽ മതി, അജാസ് ഇവിടെ നിൽക്കണം എന്ന് പറയുന്നത്. എന്നിട്ട് അവർണിക അകത്തേക്ക് അങ്ങനെ പോകുകയാണ്. അവർണിക ചെല്ലുമ്പോൾ കഴിഞ്ഞിട്ടാണ് അജാസ് പോകുന്നത്. എന്നിട്ട് ബൈ ഒക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അവർ ഭയങ്കര ചിരി സന്തോഷത്തോടെയൊക്കെയാണ് കാണിക്കുന്നത്. ഇതൊന്നും കണ്ടിട്ട് കിഷോറിന് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ കിഷോർ എന്നെ ഇത്ര ചിരിക്കാനിരിക്കുന്നത്, അവൻ്റെ കൂടത്തെ അവിടെ ഇങ്ങനെ എന്തിനാന്നുള്ള രീതിയിൽ ചോദിക്കും. അപ്പോൾ ചോദിക്കും, നിനക്കതിനെന്താ പ്രശ്നം? അവന് നീ എൻ്റെ ഭാര്യയല്ലേ എന്ന് പറയും. എനിക്ക് ആ കാര്യമൊന്നും ഇനി ഓർക്കുന്ന പോലും ഇഷ്ടമല്ല. നമ്മുടെ ജീവിതത്തിലെ ഇങ്ങനെ നല്ല കാലങ്ങളല്ലാത്തൊരു കാര്യം നമുക്ക് ആർക്കും ആലോചിക്കുന്ന കൂടി ഇഷ്ടമല്ല. ആ കാര്യമൊക്കെ ഞാൻ മറക്കാൻ തീരുമാനിക്കുക എന്ന് പറയും. നിന്നെ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ നിനക്ക് ആലോചിച്ചുകൂടെ? മറ്റുള്ളവർ നിന്നെക്കുറിച്ച് പറയും. പെണ്ണുങ്ങൾക്ക് മാത്രമല്ല കിഷോറെ, ആണുങ്ങൾക്കും ഇത് ബാധകമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർണിക ദേഷ്യപ്പെടുവാണ്. അപ്പോൾ അവർണിക ഭയങ്കരമായിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നിട്ട് പറയുന്നത്, കഴിഞ്ഞ കാലങ്ങൾ നമ്മൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും ഓർക്കുന്ന പോലും എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറയുകയാണ്. പിന്നെ ഞാൻ കൊണ്ടുവിടില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അതൊന്നും അവർണികയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല കിഷോറിൻ്റെ സംസാരമൊക്കെ. അപ്പോൾ അതിന് നല്ല മറുപടി തന്നെയാണ് അവർണിക കൊടുക്കുന്നത്. പിന്നെ കാണിക്കുന്ന ഗീതുവിനെയും ഗോവിന്ദനെയാണ്. അപ്പം ഗീതുവും ഗോവിന്ദനും കൂടി ഇങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്യണം. അപ്പോഴത്തേക്കും ഗോവിന്ദ് പറയുന്നുണ്ട്, ഇത്ര പെട്ടെന്ന് നമുക്ക് അവിടെ ചെന്നിട്ട് കാര്യമൊന്നുമില്ല, വേറെ എവിടെയെങ്കിലും ട്രിപ്പ് പോകണോ, നിനക്ക് സിനിമയ്ക്കോ എന്താണെന്ന് വെച്ചാൽ നിൻ്റെ പ്ലാൻ പോലെ നമുക്ക് ഇന്ന് അങ്ങനെ പോകാമെന്ന് പറയും. അപ്പോഴത്തേക്കും ഗീതു പറയും, അത് ശരിയാണല്ലോ, ശരിയാണ്, നമുക്ക് ഇന്ന് എവിടെയെങ്കിലും ട്രിപ്പ് പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ പറയുന്നുണ്ട്. അപ്പം ഗീതു പറയാണ്, ഗോവിന്ദൻ ഇച്ഛിച്ചതും ഗീതു കൽപ്പിച്ചതും മിൽക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ചിരി. എന്നിട്ട് പറയാം, എന്നാൽ ഇന്ന് ഞാൻ പറയുന്ന പോലെ നമുക്ക് എങ്ങോട്ടാണെന്ന് ഞാൻ തീരുമാനിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ആ യാത്രയിലിടയ്ക്ക് ഇങ്ങനെ ഗീതു ഗോവിന്ദൻ്റെ അടുത്ത് പറയണം, അജാസിക്കയുടെ കാര്യം കഷ്ടമുണ്ട് കേട്ടോ. അജാസിക്കയ്ക്ക് ആണെങ്കിൽ ഉമ്മേനെ ഉമ്മേനെ പോലും അറിയില്ല. പക്ഷേ ആ ഉമ്മയുടെ കാര്യം പറയുമ്പോൾ അജാസിൻ്റെ നെഞ്ച് പിടയുക, ഭയങ്കര വിഷമം വരുക. അങ്ങനെയല്ല എല്ലാവർക്കും അവരുടെ അമ്മമാരോട് ഒരു സ്നേഹം ഉണ്ടാകും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഗോവിന്ദ പെട്ടെന്ന് അങ്ങ് വണ്ടി നിർത്തുകയാണ്. ഇങ്ങനെ വണ്ടി ഇങ്ങനെ ബ്രേക്ക് പിടിച്ചങ്ങ് നിൽക്കും. അപ്പോഴത്തേക്കും ഗീതു വിചാരിക്കുന്നുണ്ട്, ഇപ്പോൾ പറഞ്ഞിട്ട് പിന്നെ പ്രശ്നമാക്കും. അതുകൊണ്ട് ഗീതു വിചാരിക്കുകയാണ് എന്നാൽ ഇനി അപ്പം ഗോവിന്ദ് പറയുന്നുണ്ട് ഗോവിന്ദൻ്റെ അച്ഛൻ്റെ കാര്യം. അപ്പം ഇങ്ങനെ അച്ഛനും ഇങ്ങനെ എനിക്ക് അച്ഛനെയും ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നുള്ള കാര്യം ഗോവിന്ദ് പറയും. അപ്പോൾ ചോദിക്കും, അമ്മയോട് ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് ഗോവിന്ദ് പെട്ടെന്ന് ഇങ്ങനെ വണ്ടി നിർത്തുക. അന്നേരപ്പോഴത്തേക്കാണ് ഗീതു ഇങ്ങനെ പിന്നെ ഗോവിന്ദേട്ടന് പിന്നെ അങ്ങനെ അറിയണ്ട, രാധികാമ്മ എല്ലാ കാര്യങ്ങളും ചെയ്തു നിന്ന് കൂടെ നിന്നതുകൊണ്ട് അമ്മ ഇല്ലാത്തതിൻ്റെ ഒരു വേദനയൊന്നും ഗോവിന്ദേട്ടൻ അറിഞ്ഞ് കാണത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഓരോന്ന് പറയാം. എന്നിട്ട് ലാസ്റ്റ് അവരിങ്ങനെ എവിടെ പോകണം എന്ന് പറയുമ്പോൾ ചെമ്പകശ്ശേരി പോകണമെന്ന് പറയാം. ഞാൻ അങ്ങോട്ടേക്കില്ല, നീ എൻ്റെ അടുത്തേക്ക് വിളിക്കാൻ വേണ്ട, ഈ ടോപ്പിക്ക് നമുക്കിവിടെ നിർത്താമെന്ന് പറയും. അപ്പോൾ പറയും, ആ രഞ്ജുവിനെ ഇങ്ങനെ വിട്ടിട്ട് എത്ര ദിവസമായി, രഞ്ജുവിനെ കുറിച്ച് എന്തെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ ഗോവിന്ദേട്ടൻ എന്ന് ചോദിക്കും. അത് വളരെ മോശമൊക്കെ, എനിക്ക് രഞ്ജുവിനൊരു മരുന്ന് മേടിക്കാനുണ്ടെന്ന് പറയും, കൊടുക്കാനുണ്ട്. എന്നിട്ട് അത് ഗോവിന്ദേട്ടൻ അത് നമുക്ക് കൊടുക്കണമെന്ന് പറയും. അപ്പം ഗോവിന്ദ് പറയും, എന്നാൽ ശരിയെന്ന് പറയും. എന്നിട്ട് വേഗം മരുന്നൊക്കെ എടുത്ത് ഗോവിന്ദനെ ഗീത് കാണിക്കുകയാണ്. എന്നിട്ട് ആ മരുന്ന് ബാഗിൽ തന്നെ വെക്കുന്നു.
അങ്ങനെ അവർ ചെമ്പകശ്ശേരിയുടെ ഇങ്ങനെ വീട്ടിലെത്താറായി. അപ്പോഴത്തേക്കും ഗോവിന്ദ് മനസ്സിൽ വിചാരിക്കുവാണ്, എന്താണേലും നീ പറഞ്ഞത് കള്ളമാണെന്നുള്ള കാര്യമൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, എന്നാലും രഞ്ജുവിനെ ഒന്ന് കണ്ടിട്ട് പോകാം, അതുകൊണ്ട് തന്നെ ഞാൻ വന്നത്, ഇങ്ങോട്ട് നിൻ്റെ കൂടത്തിൽ വന്നത്. രഞ്ജുവിന് മരുന്നൊന്നും വാങ്ങണ്ട എന്നുള്ള കാര്യം എനിക്കറിയാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. അങ്ങനെ ചെമ്പകശ്ശേരിയിലെത്തി. അന്നേരപ്പോഴത്തേക്കും ഗോവിന്ദൻ്റെ അമ്മ വിജയലക്ഷ്മി അമ്മ അവിടെ നിൽപ്പുണ്ട്. അപ്പോഴത്തേക്കും ഗീതു വേഗം ഇറങ്ങുവാണ്. അപ്പോൾ ഗീതു ഇറങ്ങി കഴിയുമ്പോൾ ഗോവിന്ദനെ വിളിക്കും. ഗോവിന്ദൻ പറയും, ഞാൻ വരുന്നില്ല, നീ അത് കൊടുത്തിട്ട് വാ. എന്നിട്ട് രഞ്ജുവിനോട് ഇവിടെ വരെ വരാൻ പറയും. അപ്പോഴത്തേക്കും ഓടിച്ചെന്ന് ചോദിക്കും, രഞ്ജു എന്തിയെന്ന് ചോദിച്ചിട്ട് വിജയലക്ഷ്മി എടുത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്കും പറയും, അവൾക്ക് ഇങ്ങനെ അകത്ത് കുളിക്കുവാന്ന് പറയും. അവൾക്ക് തലവേദനയാണെന്ന് പറഞ്ഞാൽ മതി, കിടക്കുവാന്ന് പറഞ്ഞാൽ മതി. ഇനി ബയോളജിക്കലായിട്ട് മോൻ വണ്ടിയുടെ അകത്തുണ്ടെന്ന് പറയും. പിന്നെ അങ്ങനെ ചോദിക്കുവാണെങ്കിൽ തന്നെ അവൾക്ക് തലവേദനയായിട്ട് കിടക്കുവാന്ന് പറഞ്ഞാൽ മതി എന്ന് പറയും. എന്നിട്ട് പറയുന്നത്, ഞാൻ പോയി അവനെ വിളിക്കട്ടെ. ഇപ്പം അപ്പോഴത്തേക്കും ഗീതു പറയും, വിളിച്ചാലൊന്നും വരത്തില്ല, ഞാൻ പിന്നെ പറയും, എന്നാലും അവനെൻ്റെ ഇനി പഴംപുരാണം ഒന്നും പറയണ്ട, ഞാൻ എങ്ങനെയെങ്കിലും വീടിൻ്റെ അകത്ത് കയറ്റാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് ഗീതു ചെന്ന് വിളിക്കുവാണ് ഗോവിന്ദനെ. അപ്പം ഗോവിന്ദ് പറയും, ഞാൻ വന്നില്ല. അപ്പോൾ പറയും, അവൾ തലവേദനയായിട്ട് കിടക്കുമോ രഞ്ജു, ഞാൻ പോയി അകത്ത് കയറി കണ്ടിട്ട് വരും. അപ്പോഴത്തേക്കും ഗോവിന്ദ് പറയും, എന്നാൽ ഞാനും കയറി കണ്ടില്ലെങ്കിൽ മോശമാകൂലേ, എന്നാൽ ഞാനും വരാമെന്നുള്ള രീതിയിൽ ഗോവിന്ദനെയും കൂട്ടിയിട്ട് ഗീതു അവരുടെ ചെമ്പകശ്ശേരിയിലെ തറവാട്ടിലേക്ക് കയറുവാണ്. അപ്പോഴത്തേക്കും അവൻ്റെ അമ്മ ഓർക്കും, ഇവളെന്ത് മറിമായം കാണിച്ചിട്ടാണ് ഇവനെ ഇങ്ങോട്ട് കയറ്റിയതെന്ന് വിചാരിക്കും. അപ്പോഴത്തേക്കും ഗീതു പയ്യെ വേഗം ഓടി റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി പോകും. അപ്പോഴത്തേക്കും ഗീതുന്ന് ഗോവിന്ദ് വിളിക്കും. അപ്പം ഗീതു കേൾക്കാത്ത പോലെ ഉള്ളിലേക്ക് കയറി എന്നിട്ട് റൂമിൻ്റെ അകത്ത് കയറുന്ന ഒളിച്ചിരിക്കും. അപ്പോൾ ചോദിക്കും, ഗീതു എവിടെയാണ് കിടക്കണേ എന്ന് ചോദിക്കുമ്പോൾ പറയും, ഉള്ളിലായിട്ട് അകത്തായിട്ട് റൂമൊക്കെ അകത്തുണ്ടല്ലോ എന്ന് പറയും. അപ്പം ഗോവിന്ദ് പറയും, എനിക്കറിയാത്ത സ്ഥലമൊന്നും അല്ലല്ലോ ചെമ്പകശ്ശേരി എന്ന് അവൻ്റെ അമ്മയോട് പറയണം. അപ്പോൾ പറയും, നിനക്ക് ഓർമ്മയുണ്ട് അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഗോവിന്ദ് ഒന്നും മിണ്ടാതെ നിൽക്കുവാണ്. അവൾ തലവേദനയായിട്ട് കിടക്കുക. എന്നിട്ട് ചോദിക്കും, പറയാഞ്ഞ എന്തെങ്കിലും ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയും, എനിക്കിനി നിന്നെ വിളിക്കാൻ അവകാശമില്ലല്ലോ, അപ്പം ഞാൻ നിന്നെ വിളിച്ചോട്ടെ മോനെ എന്ന് ചോദിക്കും. അപ്പോഴത്തേക്കും പറയും, അങ്ങനെ വിളിക്കുമൊന്നും വേണ്ട, എന്താണ് ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജ് അയച്ചാൽ രഞ്ജുവിന് എന്ന് പറഞ്ഞാൽ മതി, അപ്പോൾ ഞാൻ വിളിച്ചിട്ട് ചോദിച്ചോളാം എന്താ കാര്യമെന്ന്. അപ്പോൾ രഞ്ജുവിന് വയ്യെങ്കിൽ ഓക്കെ, അപ്പോൾ അമ്മയ്ക്ക് വയ്യെങ്കിലോ മോനെ, എനിക്ക് അമ്മയ്ക്ക് വയ്യെങ്കിൽ അമ്മയ്ക്ക് വിളിക്കാൻ പറ്റുമോ മോനെ നിന്നെ എന്ന് ചോദിക്കുവാണ്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ, വയ്യ എന്നുള്ളൊരു ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം വിളിച്ചാൽ മതി, അല്ലാതെ ആ പേരും പറഞ്ഞ് എപ്പോഴും എന്നെ വിളിക്കാൻ നിൽക്കണ്ട, ആ പേരും പറഞ്ഞൊന്നും വിളിക്കാൻ നിൽക്കണ്ട എന്നിങ്ങനെ ഗോവിന്ദ് പറയുന്നുണ്ട് അവൻ്റെ അമ്മയോട്. അപ്പോഴത്തേക്കും ഗീതു ഇതൊക്കെ അകത്തിരുന്ന് ഒളിഞ്ഞ് കേൾക്കും കേട്ടോ. അപ്പം ഗീതു ഇങ്ങനെ അകത്തിരുന്ന് ഒളിഞ്ഞ് കേൾക്കുക. അപ്പോൾ അമ്മയും മോനും മിണ്ടിയിലോ, എന്നാലും ചെമ്പകശ്ശേരിയിലൊക്കെ വന്നല്ലോ. അപ്പോൾ തന്നെ ഗീതുവിന് ആശ്വാസമാകുന്നുണ്ട്. എങ്ങനെയാണോ അവർ സംസാരിക്കട്ടെ എന്നോർത്ത് ഗീതു ഇറങ്ങി ചെല്ലാതെ നിൽക്കുവാണ്. അപ്പോഴത്തേക്കും വിജയലക്ഷ്മി ഗോവിന്ദൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എനിക്ക് നിൻ്റെ അടുത്ത് കാര്യം പറയാനുണ്ട്, നിനക്ക് എന്നെ ഒന്ന് കേൾക്കാൻ പറ്റുമോ, നീ എന്നോടത്തൊന്നും മിണ്ടിയില്ലോ, എനിക്ക് അത് തന്നെ ഇങ്ങനെ ഒരു ആശ്വാസമായി എന്നുള്ള രീതിയിലാണ് അവൻ്റെ അമ്മ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നിട്ട് പറയും, എനിക്ക് നിന്നോടത്ത് പറയാൻ, നീ ഒന്ന് പുറത്തേക്ക് വരാമോ എന്ന് ഗോവിന്ദൻ്റെ അടുത്തേക്ക് ചോദിക്കുവാണ്. അപ്പം ഗോവിന്ദ് വരാം എന്ന് സമ്മതിക്കുവാണ്. അപ്പോൾ അവർ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു എപ്പിസോഡ് കൊണ്ടാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പം ബാക്കി കഥയുമായി നമുക്ക് നാളെ കാണാം. ഓക്കേ.